ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഏവർക്കും ഇലക്ട്രോണിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒരു സെമി കണ്ടക്ടർ ഡയോഡിൻ്റെ PN ജംഗ്ഷൻ ഫോർമേഷനും അതിൻ്റെ സിമ്പലും ബയാസിങ്ങുമായിരുന്നു. അതായത് ഫോർവേഡ് ബയാസിങ്ങും റിവേഴ്സ് ബയാസിങ്ങും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡയോഡിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സും റിവേഴ്സ് ബയാസ് ചെയ്യുമ്പോൾ അതിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ജംഗ്ഷൻ ബ്രേക്ക് ഡൗണിനെ കുറിച്ചുമാണ്. ഒരു PN ജംഗ്ഷൻ ഡയോഡിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെ അത് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് VI ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഡയോഡിനെ ഫോർവേഡ് ബയാസ് ചെയ്യുമ്പോഴോ റിവേഴ്സ് ബയാസ് ചെയ്യുമ്പോഴോ അതെങ്ങനെ അതിലേക്ക് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനോട് പ്രതികരിക്കുന്നു, ആ വോൾട്ടേജിനനുസൃതമായി അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എങ്ങനെയായിരിക്കും എന്ന് ഒരു ഗ്രാഫിൽ വരച്ച് കാണിക്കുന്നതിനെയാണ് VI ക്യാരക്ടറിസ്റ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ VI ക്യാരക്ടറിസ്റ്റിക്സ് രണ്ട് ബയാസിങ്ങിലും ഉണ്ട്. ഫോർവേഡ് ബയാസിങ്ങിലും ഉണ്ട്, റിവേഴ്സ് ബയാസിങ്ങിലും ഉണ്ട്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നിച്ചിവിടെ കാണിച്ചിരിക്കുകയാണ്. ഫോർവേഡ് ബയാസിങ്ങിൽ 0 വോൾട്ടേജ് മുതൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ സ്റ്റാർട്ടിംഗ് ഫേസിൽ കറണ്ടിന് കാര്യമായി വേരിയേഷൻ ഇല്ല എന്ന് നമുക്ക് കാണാം. എന്നാൽ ജർമേനിയം ഡയോഡിൽ 0.3 വോൾട്ടേജിലേക്ക് എത്തിക്കഴിയുമ്പോഴും സിലിക്കൺ ഡയോഡിൽ 0.6 ശേഷം 0.7 എത്തിക്കഴിയുമ്പോഴും ആ രണ്ട് ഡയോഡുകളുടെയും ജംഗ്ഷൻ പൊട്ടൻഷ്യലിനെ അത് ഓവർകം ചെയ്യുന്നുവെന്നും അതിനുശേഷം ഒരു ചെറിയ വോൾട്ടേജ് ഇൻക്രീസ് തന്നെ ലാർജ് കറണ്ട് വേരിയേഷനായിട്ട് കാണിക്കുന്നു. അതുപോലെ റിവേഴ്സ് ബയാസിലാണെങ്കിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതിൽ എത്ര വേരിയേഷൻ ഉണ്ടായാലും ഒരു ചെറിയ കറണ്ട് മാത്രമേ അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നുള്ളൂ. അത് മൈനോറിറ്റി ക്യാരിയേഴ്സ് മൂലമുള്ള കറണ്ടാണ്. ആ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ വോൾട്ടേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ ക്യാരിയേഴ്സിൻ്റെ എണ്ണം വളരെയധികം കൂടുകയും, അതായത് ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആവുകയും കറണ്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. റിവേഴ്സ് ബയാസിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, മൈനോറിറ്റി ക്യാരിയേഴ്സ് മൂലമുള്ള കറണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ആ റിവേഴ്സ് ബയാസിംഗ് വോൾട്ടേജ് ക്രമാതീതമായി ഉയരാനിടയായാൽ, വർദ്ധിക്കാനിടയായാൽ ആ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആവുകയും കോവാലന്റ് ബോണ്ട് ബ്രേക്കിംഗ് വഴി ധാരാളം ക്യാരിയേഴ്സ് ഉണ്ടാവുകയും ഹെവി കറണ്ട് ഫ്ലോ ഉണ്ടാവുകയും അങ്ങനെ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറയുകയും ചെയ്യുന്നു. അത് ഡയോഡ് നശിച്ചു പോകുന്നതിന് ചിലപ്പോൾ കാരണമായേക്കാം. നമുക്കിനി ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും സെപ്പറേറ്റ് ഒന്ന് പരിശോധിക്കാം. ഒരു ഡയോഡിൻ്റെ ഫോർവേഡ് ബയാസ് ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യുന്നതിനുള്ള സർക്യൂട്ട് അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുക. നമുക്ക് അവൈലബിളായ ബാറ്ററി വോൾട്ടേജ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നു. ബാറ്ററി വോൾട്ടേജ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഒരു പൊട്ടൻഷ്യോമീറ്ററിലേക്കാണ്. പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ പഠിച്ചതാണ്, ഒരു വേരിയബിൾ റെസിസ്റ്റർ. അതിൻ്റെ രണ്ട് പെർമനൻ്റ് ലീഡുകളിലേക്ക് ബാറ്ററി വോൾട്ടേജ് അപ്ലൈ ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യേണ്ട ഡയോഡിൻ്റെ ആനോഡിലേക്ക് പോസിറ്റീവ് വോൾട്ടേജും, അതായത് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ വേരിയബിൾ പോയിന്റിൽ നിന്നും അതിൻ്റെ കാഥോഡിലേക്കുള്ള കണക്ഷൻ ഇൻപുട്ടിൻ്റെ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്ന പോയിന്റിൽ നിന്നും എടുത്തിരിക്കുന്നു. അപ്പോൾ ഫോർവേഡ് ബയാസിങ് എപ്പോഴാണ് സംഭവിക്കുക എന്ന് നമുക്കറിയാം. ഡയോഡിൻ്റെ ആനോഡിൽ പോസിറ്റീവ് പൊട്ടൻഷ്യലും കാഥോഡിൽ നെഗറ്റീവ് പൊട്ടൻഷ്യലും ലഭിക്കുമ്പോഴാണ് ഒരു ഡയോഡ് ഫോർവേഡ് ബയാസിലാവുക. ഇനി ഇവിടെ നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ എടുത്തിരിക്കുന്നതിൻ്റെ കാരണം ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുമ്പോൾ ഓരോ വോൾട്ടേജിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ VI ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് X ആക്സിസിൽ വോൾട്ടേജും Y ആക്സിസിൽ കറണ്ടും എടുത്താണ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് എപ്പോഴും നമ്മൾ പ്ലോട്ട് ചെയ്യുക VI ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിൽ X ആക്സിസിലായിരിക്കും എപ്പോഴും വോൾട്ടേജ് എടുക്കുന്നത്, Y ആക്സിസിൽ കറണ്ടുമായിരിക്കും നമ്മൾ പ്ലോട്ട് ചെയ്യുക. അപ്പോൾ ഈ വേരിയബിൾ പോയിൻ്റ് ഇനീഷ്യൽ സ്റ്റേറ്റിൽ ഏറ്റവും താഴെയായിരിക്കും. ഇൻപുട്ട് വോൾട്ടേജ് പൂർണ്ണമായിട്ടും ഈ റെസിസ്റ്ററിന് അക്രോസ് ഉണ്ടാവും. ഈ വേരിയബിൾ പോയിൻ്റ് നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഔട്ട്പുട്ടിലേക്ക് ഈ ഇൻപുട്ട് വോൾട്ടേജ് ലഭ്യമാവുക. വേരിയബിൾ പോയിൻ്റ് ഏറ്റവും താഴെയാണെങ്കിൽ 0 പൊട്ടൻഷ്യലായിരിക്കും ഇങ്ങോട്ട് ലഭിക്കുക. അതിൻ്റെ പൊസിഷൻ അല്പാൽപമായി മുകളിലേക്ക് ഉയർത്തുന്നതിനനുസരിച്ച് ഈ റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ്
അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്ത് ഈ ഡയോഡിന് അക്രോസും അനുഭവവേദ്യമാവുന്നു. ഉദാഹരണത്തിന് 1 വോൾട്ടാണ് നമ്മൾ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ വേരിയബിൾ പോയിൻ്റ് ഏറ്റവും താഴെയാണെങ്കിൽ 0 പൊട്ടൻഷ്യലായിരിക്കും ഇവിടെ ലഭിക്കുക. അത് അല്പാൽപമായി ഉയരുന്നതിനനുസരിച്ച് ആ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നു. 0.1 വോൾട്ട്, 0.2 വോൾട്ട്, 0.3 വോൾട്ട്, അങ്ങനെ വേരിയബിൾ പോയിൻ്റ് ഏറ്റവും മുകളിലെത്തുമ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് പൂർണ്ണമായിട്ടും ആ 1 വോൾട്ട് മുഴുവനായിട്ടും ഈ ഡയോഡിന് അക്രോസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ വേരിയബിൾ റെസിസ്റ്റർ ഉപയോഗിച്ച് ഓരോ വോൾട്ടേജും സെറ്റ് ചെയ്ത് ആ വോൾട്ടേജിൻ്റെ കറസ്പോണ്ടിങ് കറണ്ട് മെഷർ ചെയ്ത് ഒരു ടേബിൾ ഫോം ചെയ്യാൻ പറ്റും. വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ടേബിൾ. ആ ഓരോ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും വാല്യൂസ് നമ്മൾ ഈ ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്ത് ആ പോയിൻ്റുകൾ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ നമുക്ക് ഈ രീതിയിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണാൻ സാധിക്കും. ഇനി നോക്കുക, വോൾട്ടേജ് മെഷർ ചെയ്യുന്നതിന് നമ്മൾ വി എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ഒരു വോൾട്ട്മീറ്റർ ഉപയോഗിക്കുന്നു. ഡയോഡിൻ്റെ ജംഗ്ഷൻ അക്രോസ് ആയിട്ട് അനുഭവപ്പെടുന്ന വോൾട്ടേജ് മെഷർ ചെയ്യുന്നത് കൊണ്ട് ഡയോഡിന് പാരലായിട്ട് അതിന് അക്രോസ് ആയിട്ട് വേണം നമ്മൾ വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യാൻ. അതുപോലെ ഡയോഡിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. കറണ്ട് മെഷർ ചെയ്യണമെങ്കിൽ ആ കറണ്ട് ആ മീറ്ററിൽ കൂടി ഫ്ലോ ചെയ്തെങ്കിൽ മാത്രമേ ആ കറണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി അമീറ്റർ, ഇവിടെ നമ്മൾ മില്ലി ആംപിയർ മെഷർ ചെയ്യുന്ന അമീറ്ററാണ് ഉപയോഗിച്ചിരിക്കുക. കാരണം ഡയോഡിൽ വോൾട്ടേജ് വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ അളവും കുറവായിരിക്കും. ഒരു മില്ലി അമീറ്റർ ഉപയോഗിച്ചാൽ മതിയാവും. മില്ലി ആംപിയർ മെഷർ ചെയ്യുന്ന കറണ്ട് മീറ്റർ ഉപയോഗിച്ചാൽ മതിയാവും. അത് ഡയോഡിനെ സീരീസിലും കണക്ട് ചെയ്യുന്നു. ഈ റെസിസ്റ്റർ ആർ കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്ററാണ്. നമ്മൾ പവർ സപ്ലൈ ഓൺ ചെയ്യുമ്പോൾ ഹെവി കറണ്ട് ഫ്ലോ ചെയ്ത് ഡയോഡ് ഡാമേജ് ആകാതിരിക്കുന്നതിന് വേണ്ടി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ വാല്യൂ ഉള്ള കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്ററാണ് ഈ ആർ എന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് അറേഞ്ച്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ ഡയോഡിനെ ഫോർവേഡ് ബയാസ് ചെയ്യുമ്പോഴുള്ള വോൾട്ടേജ് കറണ്ട് റിലേഷൻസിൻ്റെ വ്യത്യസ്ത വാല്യൂസ് ഒരു ടേബിളിൽ ഫോം ചെയ്യാൻ സാധിക്കും. ആ വാല്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വോൾട്ടേജും അതിൻ്റെ കറസ്പോണ്ടിങ് കറണ്ടും നിർണ്ണയിക്കുന്ന പോയിൻ്റുകൾ ഇവിടെ പ്ലോട്ട് ചെയ്ത് ആ പോയിൻ്റുകൾ തമ്മിൽ യോജിപ്പിച്ച് ഈ രീതിയിൽ ക്യാരക്ടറിസ്റ്റിക്സും ലഭിക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് ഫോർവേഡ് ബയാസിൽ ഈ രീതിയിൽ ക്യാരക്ടറിസ്റ്റിക്സ് ലഭിക്കുക എന്ന് നോക്കാം. ദ ഡയോഡ് ഡസ് നോട്ട് കണ്ടക്ട് അണ്ടിൽ എക്സ്റ്റേണൽ വോൾട്ടേജ് ഓവർകംസ് ദ ബാരിയർ പൊട്ടൻഷ്യൽ. എല്ലാ ഡയോഡുകൾക്കും ഒരു ജംഗ്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമുക്കറിയാം. അത് ബാരിയർ പൊട്ടൻഷ്യൽ എന്നാണ് അറിയപ്പെടുക. ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? പി എൻ ജംഗ്ഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ ഫോം ചെയ്യുന്ന ഡിപ്ലീഷൻ റീജിയണിലെ അൺകോമ്പൻസേറ്റഡ് അയോൺസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നൊരു ജംഗ്ഷൻ പൊട്ടൻഷ്യലാണ്. അതായത് ഫർദർ മജോറിറ്റി കാരിയേഴ്സിൻ്റെ മൂവ്മെൻറ്റ് തടസ്സപ്പെടുത്തുന്ന ആ പൊട്ടൻഷ്യലിനെയാണ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ അഥവാ ബാരിയർ പൊട്ടൻഷ്യൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ പുറമേ അപ്ലൈ ചെയ്യുന്ന ഇതിന് ബയാസിങ്ങിനായിട്ട് കൊടുക്കുന്ന വോൾട്ടേജ് ആ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്യുന്നത് വരെ അതിൽ കൂടെ കാര്യമായ കറണ്ട് ഫ്ലോ ഉണ്ടാവുകയില്ല. അതാണ് ഇവിടെ കാണിച്ചിരിക്കുക. ജർമേനിയത്തിൻ്റെ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ 0.3 വോൾട്ടും സിലിക്കൻ്റേത് 0.7 വോൾട്ടുമാണ്. ആയതിനാൽ ആ 0.3ലേക്ക് എത്തുന്നവരെ അല്ലെങ്കിൽ സിലിക്കണ് 0.7ലേക്ക് എത്തുന്നവരെ അവിടെ ജംഗ്ഷനിൽ ആ ബാരിയർ പൊട്ടൻഷ്യൽ തടസ്സം അവിടെ ഉണ്ടാവും. അതിനെ ഓവർകം ചെയ്യുന്നത് വരെ കാര്യമായ കറണ്ട് ഫ്ലോ ഡയോഡിൽ കൂടി ഉണ്ടാവുകയില്ല. എന്നാൽ അതിൻ്റെ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ജംഗ്ഷനിലെ ആ തടസ്സം മാറുന്നു, ആ പൊട്ടൻഷ്യലിനെ ഓവർകം ചെയ്യുന്നു, മെജോറിറ്റി കാരിയേഴ്സ് ജംഗ്ഷൻ ക്രോസ് ചെയ്ത് ഫ്ലോ ചെയ്ത് തുടങ്ങുന്നു. അപ്പോൾ ആ ഒരിക്കൽ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഒരു വോൾട്ടേജ് വേരിയേഷൻ കൊണ്ട് തന്നെ ഒരു ലാർജ് കറണ്ട് വേരിയേഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇവിടെ ഈ ഗ്രാഫ് സഡനായിട്ട് അതിൻ്റെ വാല്യൂസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട്, കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഈ ഫോർവേഡ് ബയാസിലെ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്യുന്ന വോൾട്ടേജ്, അതല്ലെങ്കിൽ കറണ്ട് സഡനായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന വോൾട്ടേജ്, അതിന് പറയുന്ന പേരാണ് കട്ട് ഇൻ വോൾട്ടേജ് അഥവാ നീ വോൾട്ടേജ്. അത് ആ ഡയോഡിൻ്റെ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ അഥവാ ബാരിയർ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും. ജർമേനിയത്തിന് കട്ട് ഇൻ വോൾട്ടേജ് അഥവാ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.3 വോൾട്ടും സിലിക്കണിന് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ അഥവാ കട്ട് ഇൻ വോൾട്ടേജ് അഥവാ നീ വോൾട്ടേജ് എന്ന് പറയുന്നത് 0.7 വോൾട്ടും ആയിരിക്കും. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം ഒന്ന് തന്നെയാണ്. കട്ട് ഇൻ വോൾട്ടേജ് അഥവാ നീ വോൾട്ടേജ് എന്ന് പറയുന്നതും ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതും ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. 4 പേരുകളിൽ അറിയപ്പെടുന്നതേ ഉള്ളൂ. ജർമേനിയത്തിന് അത് 0.3 വോൾട്ടും സിലിക്കണിന് അത് 0.7 വോൾട്ടും ആയിരിക്കും. ഇനി അടുത്തൊരു കൺസെപ്റ്റ് മാത്രമാണ് ഐഡിയൽ ഡയോഡ്.
ഒരു ഐഡിയൽ ഡയോഡ് ആയിരുന്നെങ്കിൽ അതെങ്ങനെ ആക്ട് ചെയ്യുമായിരുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ്. ഫോർവേഡ് ബയാസിൽ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ ഒന്നും അനുഭവപ്പെടാതെ, അതായത് ഒരു 0.1 വോൾട്ട് 0.001 വോൾട്ട് കൊടുക്കുമ്പോൾ തന്നെ ഹെവി കറണ്ട് ഫ്ലോ ചെയ്യുകയും ഒരു പെർഫെക്റ്റ് കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യുകയും, റിവേഴ്സ് ബയാസിൽ എത്ര വോൾട്ടേജ് നൽകിയാലും ഒരു മൈന്യൂട്ട് കറണ്ട് പോലും ഫ്ലോ ചെയ്യാതിരിക്കുകയും ഇൻസുലേറ്ററിനെ പോലെ ആക്ട് ചെയ്യുകയും ചെയ്യുന്ന ഡയോഡിനെയാണ് ഐഡിയൽ ഡയോഡ് എന്ന് പറയുന്നത്. അതായത് ഐഡിയൽ ഡയോഡ് ഒരു സ്വിച്ച് പോലെയായിരിക്കും. ഫോർവേഡ് ബയാസ് ചെയ്യുമ്പോൾ അതിന് ഇത്ര വോൾട്ടേജ് എന്നൊന്നുമില്ല, ഒരു മൈന്യൂട്ട് വോൾട്ടേജ് ഫോർവേഡ് ബയാസിങ് വോൾട്ടേജ് ലഭിക്കുമ്പോൾ തന്നെ അതൊരു കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യുന്നു, ക്ലോസ്ഡ് സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുന്നു. റിവേഴ്സ് ബയാസിൽ എത്ര ചെറിയ വോൾട്ടേജ് കൊടുത്താലും എത്ര വലിയ വോൾട്ടേജ് കൊടുത്താലും അതൊരു ഓപ്പൺ സർക്യൂട്ട് അഥവാ ഓപ്പൺ സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുന്നു. അത്തരത്തിലുള്ള ഡയോഡിനെയാണ് ഐഡിയൽ ഡയോഡ് എന്ന് പറയുക. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഈ രീതിയിലായിരിക്കും. ഒരു മൈന്യൂട്ട് വോൾട്ടേജ് ഫോർവേഡ് ബയാസിങ് വോൾട്ടേജ് ലഭിക്കുമ്പോൾ തന്നെ ഹെവി കറണ്ട് ഫ്ലോ ചെയ്യുന്നു. റിവേഴ്സ് ബയാസിൽ എത്ര വോൾട്ടേജ് അപ്ലൈ ചെയ്താലും യാതൊരുവിധ കറണ്ടും ഫ്ലോ ചെയ്യുന്നില്ല. അതൊരു കൺസെപ്റ്റ് മാത്രമാണ്. പ്രാക്ടിക്കലി ഈ ഐഡിയൽ ഡയോഡ് എന്നുള്ളത് നമുക്ക് പോസിബിൾ അല്ല. ഇനി നമ്മൾ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടു. ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സിലും കറണ്ട് ഫ്ലോ കാര്യമായിട്ടുണ്ടെങ്കിലും അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ റെസിസ്റ്റൻസ് രണ്ട് രീതിയിലുണ്ട്. നമ്മൾ ഡി സി വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഡി സി വോൾട്ടേജ് നമുക്കറിയാം, ഒരു ബാറ്ററി വോൾട്ടേജിനെയാണ് ഡി സി വോൾട്ടേജ് എന്ന് പറയുക. അതെല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ വോൾട്ടേജിനനുസൃതമായി ആ ഡിവൈസിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഡി സി വോൾട്ടേജ് ടു ഡി സി കറണ്ട് എന്ന റേഷ്യോ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന റെസിസ്റ്റൻസ് ആണ് ഡി സി റെസിസ്റ്റൻസ് അഥവാ സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുക. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ക്യാരക്ടറിസ്റ്റിക്സിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് നമ്മൾ എടുക്കുക, ആ പോയിൻറ്റിൻ്റെ കറസ്പോണ്ടിങ് വോൾട്ടേജും കറണ്ടും എടുക്കുക. ആ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്നതായിരിക്കും ഡി സി റെസിസ്റ്റൻസ് അഥവാ സ്റ്റാറ്റിക് റെസിസ്റ്റൻസ്. ആർ ഡി സി ഈക്വൽ ടു വി ബൈ ഐ. ഇനി നമ്മളൊരു എ സി സിഗ്നലാണ് ഡയോഡിലേക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, എ സി സിഗ്നൽ നമുക്കറിയാം ഒരു സൈൻ വേവ് എ സി സിഗ്നലിന് എക്സാമ്പിളാണ്. അതിൻ്റെ വാല്യൂ ടൈമിനനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വോൾട്ടേജ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനാനുപാതികമായിട്ട് എന്തും ചേഞ്ച് ചെയ്യും, കറണ്ടും ചേഞ്ച് ചെയ്യും. അപ്പോൾ ആ ചേഞ്ച് ഇൻ വോൾട്ടേജ് ടു ചേഞ്ച് ഇൻ കറണ്ട് റേഷ്യോ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് എ സി റെസിസ്റ്റൻസ് അഥവാ ഡൈനാമിക് റെസിസ്റ്റൻസ്. അപ്പോൾ എ സി സിഗ്നലിനോട് ഈ ഡയോഡ് എങ്ങനെ പ്രതികരിക്കുന്നു, അതിനാനുപാതികമായി ഡയോഡിൻ്റെ റെസിസ്റ്റൻസിന് എന്ത് വേരിയേഷൻ ഉണ്ടാകുന്നു എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ട് പോയിൻറ്റുകൾ ഈ ഗ്രാഫിൽ നമ്മൾ അടയാളപ്പെടുത്തും. ആ രണ്ട് പോയിൻറ്റുകളുടെയും കറസ്പോണ്ടിങ് വോൾട്ടേജും കറണ്ടും നമ്മൾ മെഷർ ചെയ്യുന്നു. ഈ ഹയർ പോയിൻറ്റിലുള്ളതിൻ്റെ വോൾട്ടേജ് V2 എന്നും കറസ്പോണ്ടിങ് കറണ്ട് I2 എന്നും മാർക്ക് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ പോയിൻറ്റിൻ്റെ വോൾട്ടേജ് V1 എന്നും I1 എന്നും കറണ്ട് I1 എന്നും മാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ വോൾട്ടേജ് V2 മൈനസ് V1 ആയിട്ടും ചേഞ്ച് ഇൻ കറണ്ട് I2 മൈനസ് I1 ആയിട്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ ചേഞ്ച് ഇൻ വോൾട്ടേജ് ടു ചേഞ്ച് ഇൻ കറണ്ട് റേഷ്യോ ഡിറ്റർമൈൻ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് എ സി റെസിസ്റ്റൻസ് അഥവാ ഡൈനാമിക് റെസിസ്റ്റൻസ്. അപ്പോൾ ആർ എ സി ഈക്വൽ ടു ചേഞ്ച് ഇൻ വോൾട്ടേജ് ബൈ ചേഞ്ച് ഇൻ കറണ്ട്. ചേഞ്ച് ഇൻ വോൾട്ടേജ് എന്നുള്ളത് ഗ്രീക്ക് ലെറ്ററായ ഡെൽറ്റ ഉപയോഗിച്ചാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ദറ്റ് ഈസ് ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഐ. ചേഞ്ച് ഇൻ വോൾട്ടേജ് എന്നുള്ളത് V2 മൈനസ് V1 ആണ്. ചേഞ്ച് ഇൻ കറണ്ട് എന്നുള്ളത് I2 മൈനസ് I1 ആണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ടേമാണ്, പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് റെസിസ്റ്റൻസ് ഓഫ് എ ഡയോഡ്. ഇനി നമുക്ക് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് കാണാം. ഡയോഡിനെ റിവേഴ്സ് ബയാസ് ചെയ്യുമ്പോൾ അതിൻ്റെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷനെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നതിനെയാണ് അതിൻ്റെ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുക. അതിൻ്റെ സർക്യൂട്ട് അറേഞ്ച്മെൻറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുക. നേരത്തെ സർക്യൂട്ട് അറേഞ്ച്മെൻറ്റ് തന്നെയാണ്. എന്താണ് വ്യത്യാസം? ഡയോഡിൻ്റെ കാഥോഡിൽ പോസിറ്റീവ് പൊട്ടൻഷ്യലും ആനോഡിൽ നെഗറ്റീവ് പൊട്ടൻഷ്യലും ലഭിക്കുമ്പോഴാണ് ഡയോഡ് റിവേഴ്സ് ബയാസിലാവുക. അപ്പോൾ അതുകൊണ്ട് നേരത്തേതിൽ നിന്നും വ്യത്യസ്തമായ ഡയോഡിൻ്റെ ടെർമിനലുകൾ നമ്മൾ റിവേഴ്സ് ചെയ്തു. ഓപ്പോസിറ്റ് കണക്ഷനാണ് ഇവിടെ ചെയ്തിരിക്കുക.
അതോടൊപ്പം നമ്മൾ റിവേഴ്സ് ബയാസിൽ നമുക്കറിയാം കറണ്ട് ഫ്ലോ വളരെ കുറവായിരിക്കും. മൈനോറിറ്റി കാരിയേഴ്സ് കൊണ്ടുള്ള ഒരു ചെറിയ കറണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ ആ മില്ലി അമീറ്റർ ഒന്ന് റീപ്ലേസ് ചെയ്ത് ഒരു മൈക്രോ അമീറ്റർ ഉപയോഗിക്കുന്നു. കറണ്ടിൻ്റെ അളവ് കുറവായതുകൊണ്ട് കുറഞ്ഞ അളവിലുള്ള കറണ്ടിനെ മെഷർ ചെയ്യാൻ സാധ്യമായ മൈക്രോ അമീറ്റർ ആയിരിക്കും ഇവിടെ ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് അറേഞ്ച്മെൻറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുക. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ കാണിച്ചിരിക്കുന്നു. റിവേഴ്സ് ബയാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ് സംഭവിക്കുക. ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് വർദ്ധിക്കുന്നു, അതായത് ജംഗ്ഷനിലെ ബാരിയർ പൊട്ടൻഷ്യൽ അത് വർദ്ധിക്കുന്നു. ബാരിയർ പൊട്ടൻഷ്യൽ വർദ്ധിക്കുമ്പോൾ അവിടെ കാരിയേഴ്സ് ജംഗ്ഷൻ ക്രോസ് ചെയ്ത് ഫ്ലോ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ പ്രാക്ടിക്കലി ഒരു റിവേഴ്സ് ബയാസ്ഡ് ഡയോഡിൽ കൂടി കറണ്ടൊന്നും ഫ്ലോ ചെയ്യുന്നില്ല. പിന്നെ അവിടെ ഉള്ളതെന്താണ്, ഒരു വളരെ മൈന്യൂട്ട് കറണ്ടാണ് മൈനോറിറ്റി കാരിയേഴ്സ് ജംഗ്ഷൻ ക്രോസ് ചെയ്യുന്നത് മൂലമുള്ള കറണ്ട്. മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ എണ്ണം താരതമ്യേന വളരെ കുറവാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ കറണ്ടിൻ്റെ അളവും കുറവായിരിക്കും. അത് മൈക്രോ ആംപിയർ റേഞ്ചിൽ മാത്രമായിരിക്കും ആ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇനി നമ്മൾ ആ റിവേഴ്സ് വോൾട്ടേജ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്തുമ്പോൾ ആ ജംഗ്ഷനിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എഫക്റ്റ് വർദ്ധിക്കുകയും അവിടെയുള്ള ഈ മൈനോറിറ്റി കാരിയേഴ്സിന് കൂടുതലായി കൈനറ്റിക് എനർജി ലഭിക്കുകയും അത് ആ കോവാലൻ ബോണ്ടുമായിട്ട് കൊളൈഡ് ചെയ്ത് കൂടുതൽ കാരിയേഴ്സ് ജനറേറ്റ് ചെയ്യാനിടയാവുകയും ചെയ്യും. കൂടുതൽ കാരിയേഴ്സ് ജനറേറ്റ് ചെയ്ത് ഒരു ഹെവി കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നു. അപ്പോൾ ഡയോഡ് ബ്രേക്ക് ഡൗൺ ആയി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഡയോഡ് ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ അത് ഫിസിക്കൽ ഡാമേജിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുക. ജെർമേനിയം ഡയോഡ് ബ്രേക്ക് ഡൗൺ ആയി കഴിയുമ്പോൾ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. സിലിക്കൺ ഡയോഡിന് ഒരല്പം കൂടി കൂടുതൽ വോൾട്ടേജ് ലഭിക്കുമ്പോഴാണ് അതിന് ബ്രേക്ക് ഡൗൺ സംഭവിക്കുക. അതിൻ്റെ ബ്രേക്ക് ഡൗൺ സംഭവിക്കുമ്പോൾ അതിൽ കൂടി ഹെവി കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നു. ആ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുക. ഇപ്പോൾ ഫോർവേഡ് ബയാസിലെ ക്യാരക്ടറിസ്റ്റിക്സിലെ വോൾട്ടേജ് പോസിറ്റീവും കറണ്ട് പോസിറ്റീവുമായി എടുത്താൽ റിവേഴ്സ് ബയാസിൽ നമ്മൾ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലാണ് വോൾട്ടേജ് കൊടുക്കുക, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ടും ഫ്ലോ ചെയ്യുക. അപ്പോൾ ആ വോൾട്ടേജിനെയും കറണ്ടിനെയും നമ്മൾ നെഗറ്റീവ് വോൾട്ടേജും നെഗറ്റീവ് കറണ്ടുമായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതുകൊണ്ടാണ് അത് തേർഡ് ക്വാഡ്രൻറ്റിൽ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് തേർഡ് ക്വാഡ്രൻറ്റിലുമാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞ റിവേഴ്സ് ബയാസ്ഡ് പി എൻ ജംഗ്ഷനിലെ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ഏതൊക്കെ രീതിയിൽ സംഭവിക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കണ്ടു, ഡയോഡിലേക്ക് റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ അപ്ലൈ ചെയ്ത വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോഴേക്കും ജംഗ്ഷനിൽ കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ധാരാളം കാരിയേഴ്സ് ഉണ്ടാവുകയും ആ കാരിയേഴ്സിൻ്റെ ഹെവി ഫ്ലോ മൂലം ഒരു ലാർജ് കറണ്ട് ഫ്ലോ ചെയ്യുകയും അതങ്ങനെ പി എൻ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആകുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു പി എൻ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്ന ആ പർട്ടിക്കുലർ വോൾട്ടേജിന് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്നാണ് അറിയപ്പെടുക. ഒരു പി എൻ ജംഗ്ഷന് രണ്ട് രീതിയിൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കാം. ഒന്ന് അവലാഞ്ച് ബ്രേക്ക് ഡൗണും രണ്ട് സെനർ ബ്രേക്ക് ഡൗണും. അത് പി എൻ ജംഗ്ഷൻ ഡിവൈസിൻ്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുക. അതിൽ സംഭവിക്കുന്നത് ഏത് ബ്രേക്ക് ഡൗൺ ആണ് എന്നുള്ളത്, അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ആണോ സെനർ ബ്രേക്ക് ഡൗൺ ആണോ എന്നുള്ളത് നമുക്കതൊന്ന് കമ്പയർ ചെയ്തുകൊണ്ട് പഠിക്കാം. ഇവിടെ ഒരു ടേബിൾ നിങ്ങൾക്ക് കാണാം. അവലാഞ്ച് ബ്രേക്ക് ഡൗണിൻ്റെ പ്രോപ്പർട്ടീസ് പറയുന്നൊരു ടേബിളും സെനർ ബ്രേക്ക് ഡൗണിൻ്റെ പ്രോപ്പർട്ടീസ് പറയുന്ന ടേബിളും നമുക്കതൊന്ന് അതിൻ്റെ പോയിൻറ്റ്സ് ഒന്ന് അനലൈസ് ചെയ്യാം. അവലാഞ്ച് ബ്രേക്ക് ഡൗൺ occurs at junctions which are lightly doped and have wide depletion layers. അവലാഞ്ച് ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കുറവുള്ളതും ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് വളരെ കൂടുതലുള്ളതുമായ പി എൻ ജംഗ്ഷനുകളാണ്. സെനർ ബ്രേക്ക് ഡൗൺ occurs at junctions which are heavily doped and have narrow depletion layers. സെനർ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ വളരെ കൂടുതലുള്ള ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് വളരെ കുറവുള്ള പി എൻ ജംഗ്ഷനുകളിലാണ്. അപ്പോൾ നമുക്കറിയാം ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പൊട്ടൻഷ്യൽ, ആ ബാരിയർ പൊട്ടൻഷ്യൽ ഫോം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു റീജിയനാണ്. ആ റീജിയനിലുള്ളത് അൺകോമ്പൻസേറ്റഡ് അയോൺസ്, അതായത് മൂവ് ചെയ്യാൻ സാധിക്കാത്ത കാരിയേഴ്സിനെ നഷ്ടപ്പെട്ട അല്ലെ അയോൺസിൻ്റെ രൂപത്തിലുള്ള ആറ്റംസാണ്, ഇമ്പ്യൂരിറ്റി ആറ്റംസ് ആണെന്ന് നമുക്കറിയാം.
ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ ആ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ ഫോം ചെയ്യുന്നതിനാവശ്യമായ അയോൺസിനെ ലഭിക്കുന്നതിന് അതിൻ്റെ വിഡ്ത്ത് വളരെ കൂടുതലായിരിക്കണം. ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ വളരെ കുറഞ്ഞ ഏരിയയിൽ തന്നെ അതിന് ആവശ്യമായ ജംഗ്ഷൻ പൊട്ടൻഷ്യൽ അഥവാ ബാരിയർ പൊട്ടൻഷ്യൽ ഫോം ചെയ്യുന്നതിനാവശ്യമായ അയോൺസിനെ ലഭിക്കും. അപ്പോൾ അതിൻ്റെ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് വളരെ കുറവായിരിക്കും. ഇവിടെ അടുത്ത പോയിൻ്റ്, ഇൻ അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോട്ട് സ്ട്രോങ് ഇനഫ് ടു പ്രൊഡ്യൂസ് സെനർ ബ്രേക്ക് ഡൗൺ ഓർ ബ്രേക്ക് ഡൗൺ. അവലാഞ്ചെ ബ്രേക്ക് ഡൗണിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ശക്തി കൊണ്ട് അതിന് ഒരിക്കലും ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നില്ല. എന്നാൽ സെനർ ബ്രേക്ക് ഡൗണിലോ ദിസ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് സെറ്റ്സ് എ വെരി സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് അക്രോസ് ദിസ് നാരോ ലെയർ. ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു എക്സാമ്പിൾ പരിഗണിക്കാം. നമ്മുടെ കയ്യിൽ തെങ്ങിൻ്റെ ഓലയുടെ ഈർക്കിലും ഓലയിൽ നിന്നെടുക്കുന്ന വളരെ വണ്ണം കുറഞ്ഞ തിന്നായിട്ടുള്ള ഈർക്കിലും ആ ഓല സ്ഥിതി ചെയ്യുന്ന ഒരു മടലും ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ഈർക്കിൽ ഒടിക്കാൻ ശ്രമിക്കുക, അപ്പോൾ നമുക്ക് വളരെ നിഷ്പ്രയാസം അതിനെ ഒടിക്കാൻ സാധിക്കും അല്ലേ? അതേസമയം ആ ഓല ഉണ്ടായിരുന്ന മടൽ നമ്മൾ ഒടിക്കാൻ ശ്രമിച്ചാലോ അതിൻ്റെ വലുപ്പമൊക്കെ അനുസരിച്ച് നമുക്ക് ഒടിക്കാൻ വളരെ പ്രയാസമായിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈർക്കിലിൻ്റെ വലിപ്പം വളരെ കുറവാണ്. നമ്മൾ നമ്മുടെ കൈകൊണ്ട് പ്രയോഗിക്കുന്ന ബലം അത് വളരെ ചെറിയ സ്ഥലത്താണ് അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെ അത് വളരെ എളുപ്പത്തിൽ ബ്രേക്ക് ചെയ്യാൻ, പൊട്ടിക്കാൻ നമുക്ക് സാധിക്കുന്നു. എന്നാൽ മടലാവുമ്പോഴോ അതിൻ്റെ ഏരിയ, അതിൻ്റെ വലിപ്പം വളരെ കൂടുതലാണ്. നമ്മൾ കൈകൊണ്ട് പ്രയോഗിക്കുന്ന ബലം അനുഭവപ്പെടുന്നത് വളരെ കൂടിയ ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ ഒടിക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കുറവായതുകൊണ്ട് ഡിപ്ലീഷൻ റീജിയൻ്റെ ഏരിയ വളരെ കൂടുതലായിരിക്കും. അവിടെ ഈ റിവേഴ്സ് വോൾട്ടേജിൻ്റെ എഫക്റ്റ് കുറവായതുകൊണ്ട് കോവാലൻ ബോണ്ട് തനിയെ ബ്രേക്ക് ചെയ്ത് ക്യാരിയേഴ്സ് ഉണ്ടാകാനും ബ്രേക്ക് ഡൗൺ സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ സെനർ ബ്രേക്ക് ഡൗണിൽ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞ് അതിൻ്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് വളരെ കുറവാണ്. അവിടെ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ക്യാരിയേഴ്സ് തനിയെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ആ ലാർജ് നമ്പർ ഓഫ് ക്യാരിയേഴ്സിൻ്റെ ഫ്ലോ കൊണ്ട് ഹെവി കറണ്ട് ഫ്ലോ ഉണ്ടാവുകയും ജംഗ്ഷൻ ബ്രേക്ക് ഡൗണിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് അവലാഞ്ചെ ബ്രേക്ക് ഡൗണിൽ ക്യാരിയേഴ്സ് ജനറേറ്റ് ചെയ്യുന്നത് നോക്കാം. ഹിയർ മൈനോറിറ്റി ക്യാരിയേഴ്സ് കൊളൈഡ് വിത്ത് സെമി കണ്ടക്ടർ ആറ്റംസ് ഇൻ ദി ഡിപ്ലീഷൻ റീജിയൻ വിച്ച് ബ്രേക്സ് ദ കോവാലന്റ് ബോണ്ട്സ് ആൻഡ് ഇലക്ട്രോൺ ഹോൾ പെയർസ് ആർ ജനറേറ്റഡ്. ന്യൂലി ജനറേറ്റഡ് charge carriers are accelerated by the electric field, which results in more collision and generates avalanche of charge carriers. This results in avalanche breakdown. അപ്പോൾ അതായത് ഈ ഇലക്ട്രിക് ഫീൽഡിലുള്ള ഡിപ്ലീഷൻ റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡിലുള്ള മൈനോറിറ്റി ക്യാരിയേഴ്സ് അതിൻ്റെ കൈനറ്റിക് എനർജി വർദ്ധിച്ച് അത് ആ റീജിയണിലെ ഒരു കോവാലൻ ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന ആറ്റവുമായി കൊളൈഡ് ചെയ്ത് ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്യുന്നു. അതായത് ഒരു ഇലക്ട്രോൺ ഹിറ്റ് ചെയ്ത് ഒരു ഇലക്ട്രോൺ കൂടി ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് ഇലക്ട്രോണുകളും ഇപ്പോൾ ഇതേ ഇലക്ട്രിക് ഫീൽഡിൽ ആണുള്ളത്. അതിൻ്റെ കൈനറ്റിക് എനർജി വർദ്ധിച്ച് അതിൻ്റെ മൂവ്മെൻറ്റ് മൂലം എന്ത് സംഭവിക്കുന്നു? രണ്ട് ഇലക്ട്രോണുകൾ മറ്റ് രണ്ട് ആറ്റംസിൽ കൊളൈഡ് ചെയ്ത് രണ്ട് ഇലക്ട്രോണുകൾ കൂടി ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നത് 2 ഇലക്ട്രോണായി, 2 ഇലക്ട്രോൺ ഉള്ളത് 4 ഇലക്ട്രോണായി. ഇനി ഈ 4 ഇലക്ട്രോണുകൾ കൊളൈഡ് ചെയ്ത് മറ്റ് 4 ഇലക്ട്രോണുകൾ കൂടി ഉണ്ടാവും. അതങ്ങനെ 8 ഇലക്ട്രോണുകളായി. 1 2 മാറുന്നു, 2 4 മാറുന്നു, 4 8 8 16 16 32 ഈ രീതിയിൽ ക്യാരിയേഴ്സിൻ്റെ എണ്ണം കൊളീഷൻ മൂലം വർദ്ധിച്ച് ഇതിന് പറയുന്ന പേരാണ് അവലാഞ്ച്. അതായത് ഒരു ഹിമപാതം പോലെ മഞ്ഞുമല ഇടിഞ്ഞു വരുന്നത് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഏറ്റവും മുകളിൽ നിന്ന് ചെറിയ തോതിലാണ് മഞ്ഞ് വീഴ്ച, മഞ്ഞുമലകൾ ഇടിയുന്നത്. അത് ഇടിഞ്ഞിടിഞ്ഞ് താഴോട്ട് വരുംതോറും വലിയ ഒരു ഫ്ലോ ആയിട്ട് വലിയ എമൗണ്ട് താഴേക്ക് ഫ്ലോ ചെയ്യുന്നതിന് കാരണമാകും. ആ രീതിയിൽ ക്യാരിയേഴ്സിൻ്റെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ടാണ് ഈ ബ്രേക്ക് ഡൗണിന് ആ പേര് നൽകിയിരിക്കുക, അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്ന് പേര് നൽകിയിരിക്കുക. ഇനി സെനർ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ അവിടെ കൊളീഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ പറഞ്ഞു ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് വളരെ കുറവാണ്. അതുകൊണ്ട് ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എഫക്റ്റ് കൂടുതലായതുകൊണ്ട് തന്നെ എന്താണ്, ഈ
കോവാലന്റ് ബോണ്ടുകൾ തനിയെ ബ്രേക്ക് ചെയ്യുന്നു. ഹിയർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് വെരി സ്ട്രോങ് ടു റപ്ചർ ഓർ ബ്രേക്ക് ദ കോവാലന്റ് ബോണ്ട്സ്, thereby generating electron hole pairs. So even a small increase in reverse voltage is capable of producing a large number of current carriers. Hence, the junction now has a very low resistance. This leads to Zener breakdown. ടോപ്പിംഗ് കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറവായിരിക്കും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ വോൾട്ടേജ് തന്നെ മതിയാകും കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിന്. അങ്ങനെ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ജനറേറ്റ് ചെയ്ത് ഒരു ഹെവി കറണ്ട് ഫ്ലോ ഉണ്ടാവുകയും ബ്രേക്ക് ഡൗൺ സംഭവിക്കുകയും ചെയ്യുന്നു. അതാണ് സെനർ ബ്രേക്ക് ഡൗൺ. ലാസ്റ്റ് പോയിന്റ്, അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ occurs above 6 volt, whereas Zener breakdown occurs below 6 volt. സാധാരണ 6 വോൾട്ടിന് മുകളിൽ വോൾട്ടേജ് ആയി കഴിയുമ്പോഴാണ് അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ സംഭവിക്കുക. സെനർ ബ്രേക്ക് ഡൗൺ 6 വോൾട്ടിനും താഴ്ന്ന കുറഞ്ഞ വോൾട്ടേജുകളിലായിരിക്കും സെനർ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സും, അതായത് ഫോർവേഡ് റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സും, അതിനെ റിവേഴ്സ് ബയാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ജംഗ്ഷനിൽ സംഭവിക്കുന്ന ജംഗ്ഷൻ ബ്രേക്ക് ഡൗണുമാണ്. രണ്ട് രീതിയിലുള്ള ബ്രേക്ക് ഡൗൺ, അവലാഞ്ചെ ബ്രേക്ക് ഡൗണും സെനർ ബ്രേക്ക് ഡൗണും. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക, നോട്ടുകൾ എഴുതി വയ്ക്കുക, നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.